ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത് എനിക്കുണ്ടായ ഒരു കുറച്ച് വിഷമകരമായ ഒരു അനുഭവം പറയുവാൻ വേണ്ടിയാണ്. കുഞ്ഞുനാളിൽ തൊട്ടിട്ട് നല്ല രീതിയിൽ ബോഡി ഷേമിങ് അനുഭവിച്ച ഒരാളാണ് ഞാൻ അത്യാവശ്യം നല്ല കറുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഫാമിലിയിലുള്ളവരാണെങ്കിലും ശരി, നമ്മളെ നാട്ടിലുള്ളവർ അത്ര പറയില്ല. പിന്നെ കൂടെ പഠിക്കുന്നവർ കൂടുതലായിട്ട് നമ്മളെ വേദനിപ്പിക്കുക നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെയാണ്. കറുപ്പ് എന്ന രീതിയിൽ നമ്മളെ പല സ്ഥലത്തും അവർ മാറ്റി നിർത്തും. ഇതിൽ വെളുത്തവർക്ക് മാത്രമേ വിലയുള്ളൂ. നമ്മൾ കറുപ്പാണെങ്കിൽ നമ്മളെ അവർ മൈൻഡ് ചെയ്യത്തില്ല, നമ്മളെ അന്വേഷിക്കത്തില്ല, നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കത്ത് പോലുമില്ല. ഒക്കെ ഉള്ള അനുഭവങ്ങൾ എൻ്റെ കുഞ്ഞുനാട് തൊട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പപ്പയും അമ്മയൊക്കെ അത്യാവശ്യം നല്ല കളറുള്ളവരാണ്. അപ്പൻ്റെ വീട്ടിലായാലും അമ്മേൻ്റെ വീട്ടിലായാലും ആരുടെയും ഒരാളുടെയൊക്കെ കളർ കിട്ടുമല്ലോ. അങ്ങനെ എനിക്ക് കിട്ടിയ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ കളറാണ്. അമ്മയുടെ അമ്മ കറുത്തിട്ട് തന്നെയായിരുന്നു. പക്ഷെ അമ്മയുടെ അമ്മേൻ്റെ സ്കിന്ന് വന്നിട്ട് വളരെ ഭംഗിയുള്ളതായിരുന്നു. പക്ഷെ ആള് കറുത്തിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് ഫാമിലിയിലുള്ള ഞങ്ങളുടെയൊക്കെ ജനറേഷനിലുള്ള കുറച്ച് പിള്ളേർക്ക് ഇതേ രീതിയിലുള്ള കളർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ ഏതാണ്ടോ കുറ്റം ചെയ്ത മാതിരിയാണ്. ഇപ്പം നമ്മുടെ അപ്പൻ്റെ വീട്ടിലായാലും ശരി, അമ്മേൻ്റെ വീട്ടിലായാലും ശരി, നമ്മൾ കറുപ്പായതുകൊണ്ട് നമ്മളെ നല്ല രീതിയിൽ മാറ്റി നിർത്തും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ എന്നെക്കായാലും എൻ്റെ കറുപ്പിനെക്കായാലും 4 ഇരട്ടി കറുപ്പുള്ള കുട്ടികളുണ്ട്. പക്ഷെ ചിലർ അവരെയൊന്നും കളിയാക്കത്തില്ല. എന്നെ മിക്കപ്പോഴും കളിയാക്കുമായിരുന്നു. എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് കറുമ്പി, കാക്കയെ, കരിമ്പൂതം. അതിൽ എപ്പോഴും വിളിക്കുന്ന ഒരു പേരായിരുന്നു കരിമ്പൂതം എന്നുള്ളത്. അത് എൻ്റെ മരണം വരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള ഒരുപാട് ആൺകുട്ടികൾ ഈ പേര് പറഞ്ഞ് എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. എന്തിനാണ് എന്നെ ഈ കറുപ്പ് രൂപത്തിൽ നീ സൃഷ്ടിച്ചത്, എന്തിനാണ്? നമ്മൾ ഓരോ പരാതികളും പരിഭവങ്ങളും പറയുമായിരുന്നു. ആ പ്രായത്തിൽ നമ്മളെ കൂട്ടുകാർ കളിയാക്കുമ്പോഴുള്ള വേദന അത് ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. എന്നെപ്പോലെ വേദന അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവുമായിരിക്കാം. ചെറുപ്പത്തിലൊന്നും നമുക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് കളർ വെക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. പിന്നെ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കറുപ്പ് കളറാണ് എന്ന് പറഞ്ഞിട്ട് അവളെ ഇൻ്റർവ്യൂവിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്കും എന്നെപ്പോലെ തന്നെ നല്ല വിഷമം ഉണ്ടായിരുന്നു. അന്നേരം ആ പെൺകുച്ച് പറഞ്ഞിട്ടാണ് ഞാനൊരു ക്രീം യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് തേച്ച സ്കിൻ വൈറ്റനിങ് ക്രീം ഫൈസ ക്രീമാണ്. ഫൈസ ക്രീം വന്നിട്ട് ഞാൻ 3 മാസത്തോളം യൂസ് ചെയ്തിരുന്നു. 3 മാസത്തിന് മുന്നേ ഞാൻ ഫൈസ ക്രീം യൂസ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഒരു കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുഞ്ഞുനാളിൽ ഒരുപാട് നല്ല രീതിയിൽ കളിയാക്കിയെങ്കിലും പിന്നീട് വളർന്നു വന്നപ്പോൾ എനിക്ക് എൻ്റെ കളറിനോട് നല്ല രീതിയിലുള്ള ഒരു ഇഷ്ടം തോന്നിയിരുന്നു. എന്നാലും നമുക്ക് അത്യാഗ്രഹം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തൊരു കാര്യമല്ലേ. അങ്ങനെയാണ് ഞാൻ ഈ ഫൈസ ക്രീം യൂസ് ചെയ്യുന്നത്. ഫൈസ ക്രീം യൂസ് ചെയ്തു. ആദ്യത്തെ രാത്രിയിൽ ഞാനത് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴേക്കും എൻ്റെ ഫേസിന് നോർമലി ഉള്ളതിനേക്കാളും ഒരു ചേഞ്ച് വന്നു. അത്യാവശ്യം കുറച്ചൊരു ഗ്ലോ വന്നു തുടങ്ങി. അങ്ങനെ വീണ്ടും ഞാൻ ഈ ഫൈസ ക്രീം ഓരോ ദിവസവും യൂസ് ചെയ്യുകയാണ്. ഒരുപാടൊന്നും എടുത്തിട്ടല്ല, കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഫേസിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം വന്നു തുടങ്ങി. ഒരു യെല്ലോ ഷെയ്ഡ് പോലെയാണ് വരുന്നത്. നല്ല ഗ്ലോയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള ഒരു ഗ്ലോ വരാൻ തുടങ്ങി. അങ്ങനെ ഞാനും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ബ്ലാക്കിൽ നിന്ന് വൈറ്റിലേക്ക് മാറാൻ തുടങ്ങി. നല്ലൊരു കളർ ചേഞ്ച് വന്നു. മറ്റുള്ളവരുടെ മുന്നിൽ നിന്നുള്ള ആ പരിഹാസത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാനായിട്ട് കണ്ടെത്തിയത് ഒരു ഫെയർനെസ് ക്രീം എന്നുള്ളതാണ്. അതേതായാലും ഞാൻ വിജയം കണ്ടെത്തുകയും ചെയ്തു. കാണാൻ നല്ല രീതിയിൽ വെളുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാകാൻ തുടങ്ങി. എന്നാൽ ഈ ക്രീമിന് വരുന്ന സൈഡ് എഫക്റ്റ് എന്താണെന്നുള്ളതൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വെളുക്കണം, അതായിരുന്നു എൻ്റെ ചിന്ത. ഏതായാലും ഞാൻ ആഗ്രഹിച്ച പോലെ നല്ല രീതിയിൽ വെളുക്കാൻ തുടങ്ങി. എനിക്ക് മറ്റൊരാളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയങ്കര കോൺഫിഡൻസ് കിട്ടി തുടങ്ങി. അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് നടക്കാൻ തുടങ്ങി. ഞാൻ ഒരു ഗൾഫ് ബസാറിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത്, ഫൈസ ക്രീം വാങ്ങുന്നത്. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ ഫൈസ ക്രീം യൂസ് ചെയ്യുന്നത് മെല്ലെ നിർത്തി തുടങ്ങി. അപ്പം ഫൈസ ക്രീം എനിക്ക് തന്നെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടായി. എന്താണ് നാളെ ഒരു പക്ഷേ ഈ ക്രീം കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്ക് ഈ ക്രീം നിർത്താം എന്നുള്ള ഒരു ചിന്തയിലായി. എനിക്കൊരു കാര്യം വേണ്ട, അല്ലെ അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, എന്താണെങ്കിലും അത് ഞാൻ പെട്ടെന്ന് ഒഴിവാക്കും. അതാണ് എൻ്റെ ഒരു സ്വഭാവ രീതി. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഈ ഫെയർനെസ് ക്രീം ഫൈസ യൂസ് ചെയ്യുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തി. അങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ സ്കിന്നിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം വന്നു. എന്താണ് മാറ്റം വന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? കറക്റ്റ് ഞാൻ ഫൈസ ക്രീം നിർത്തി 4ാമത്തെ ദിവസം ആയപ്പോഴേക്ക് എൻ്റെ ഫേസിൽ പിമ്പിൾസ് വന്നു തുടങ്ങി. പിമ്പിൾസ് എന്ന് പറയുമ്പോൾ സാധാ രീതിയിലുള്ള പിമ്പിൾസ് അല്ല, നമുക്ക് ചൂടുകുരു ഒക്കെ വന്നു കഴിയുമ്പോഴേക്ക്
ചെറിയ രീതിയിൽ തരിതരിയായിട്ടുള്ള പിമ്പിൾസ് വരുമല്ലോ, ആ രീതിയിൽ എൻ്റെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് പിമ്പിൾസ് വരാൻ തുടങ്ങി. പിമ്പിൾസ് വന്ന് അത് കൂടാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴേക്ക് ഈ പിമ്പിൾസ് വന്ന ഭാഗം കുറേ നല്ല രീതിയിൽ വലിയാൻ തുടങ്ങി. വലിഞ്ഞ് ആ ഭാഗം ഒരു വൈറ്റിഷ് പോലെ ആകാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സ്കിന്നിൽ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് മാറ്റം വരാൻ തുടങ്ങി. ആ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നോർമലി എനിക്കൊരു കളർ ഉണ്ടായിരുന്നു. ആ കളറിൻ്റെ 4 ഇരട്ടി ആയിട്ട് ഞാൻ ഡാർക്ക് കളറിലേക്ക് മാറാൻ തുടങ്ങി. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെയും അപ്പുറമായിട്ടുള്ള ഒരു കളറിലേക്കാണ് ഞാൻ മാറിയത്. കരിക്കലത്തിൻ്റെ ഒക്കെ കരി ഉണ്ടാവില്ലേ, അതേ രീതിയിലുള്ള കറുപ്പ് എനിക്ക് വരാൻ തുടങ്ങി. നമുക്ക് നോർമലി ഉണ്ടാവുന്ന ഒരു കളറല്ല, ആ കളറിൻ്റെ 4 ഇരട്ടി എന്ന് പറയുമ്പോൾ അത്രയും കറുപ്പ്, കരി പോലെ കറുത്തിരിക്കുന്ന ഒരു രൂപത്തിലേക്ക് എൻ്റെ ഫേസ് മാറി. ആര് കണ്ടാലും പേടിക്കും, അത്രയും വൃത്തികേടായിരുന്നു എൻ്റെ ഫേസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഞാൻ ആ സമയത്തൊന്നും പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ വീട്ടിലിരുന്ന് എനിക്ക് ഈ ഫേസ് വെച്ചുകൊണ്ട് ഒരാളുടെ അടുത്തോട്ട് പോകാൻ പറ്റില്ലാത്ത അവസ്ഥയായി. ഞാൻ പുറത്തു പോകണമെങ്കിൽ ഫുള്ളായിട്ട് ഷോളൊക്കെ കെട്ടി കവർ ചെയ്തിട്ട് മാത്രം, കണ്ണ് മാത്രമേ കാണത്തുള്ളൂ. ആ രീതിയിലായിരുന്നു ഞാൻ പുറത്ത് പോയിക്കൊണ്ടിരുന്നത്. ഐസ ക്രീം യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാരി എനിക്ക് പറഞ്ഞു തന്ന ഒരു ക്രീമാണ്. ഇത് മെഡിക്കൽ ആയിട്ടുള്ള ഒരു ക്രീമാണ്. പക്ഷേ ഈ ക്രീം തേക്കുമ്പോൾ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. നമുക്ക് ഡോക്ടേഴ്സ് എഴുതി തരുന്ന ഒരു ക്രീമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കണ്ണും അടച്ച് ദിവസേന ഇതങ്ങ് യൂസ് ചെയ്യരുത്. ഇത് ദിവസേന യൂസ് ചെയ്യുമ്പം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഡാമേജാണ് നമ്മുടെ സ്കിന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പെട്ടെന്ന് തന്നെ പെട്ടിയിലേക്ക് വെക്കാം. പിന്നീട് ഞാൻ യൂസ് ചെയ്ത ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലാക്കെയർ ആണ്. മെലാക്കെയർ ഞാൻ 1 വർഷത്തോളം യൂസ് ചെയ്തു. ഇത് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ഒരു ക്രീമാണ്, അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം, വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്തതാണ് മെലാക്കെയർ. മെലാക്കെയർ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ യൂസ് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു എമൗണ്ട് ഉണ്ട്. ഏകദേശം എനിക്കൊന്നു 210 അങ്ങനെ എന്തുകൊണ്ടാണ് എമൗണ്ട് വരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് 210 എന്നൊക്കെ പറയണത് വളരെ വലിയൊരു എമൗണ്ട് ആണ്. നമുക്ക് കിട്ടുന്നത് ആകെ 10 ഗ്രാമോ 20 ഗ്രാമോ അങ്ങനെ എന്താണ്ടേ വരുന്നുള്ളൂ. അങ്ങനെ മെലാക്കെയർ ക്രീമും ഞാൻ നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഗൗരിയാണ്. ഗൗരി വന്നിട്ട് ഞാൻ ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഗൗരി ക്രീം യൂസ് ചെയ്യുന്ന സമയത്തും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് അറിയത്തില്ല. നമ്മളിൽ പലരും ഇങ്ങനെയുള്ള ക്രീമുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ക്രീമുകൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഈ 3 ക്രീമുകളും യൂസ് ചെയ്തപ്പോൾ എൻ്റെ സ്കിന്നിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫെയർ ആയി. പക്ഷേ 4 ഇരട്ടി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിട്ട് ഞാൻ ഡാർക്കായി. ആ കളറിൽ നിന്ന് എൻ്റെ പഴയ കളറിലേക്ക് വരുവാൻ എനിക്ക് ഒരുപാട് വർഷങ്ങളെടുത്തു. പെട്ടെന്നൊന്നും, അതായത് 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടൊന്നും അല്ല എനിക്ക് പഴയ രീതിയിലേക്കുള്ള കളറിലേക്ക് വരാൻ പറ്റിയത്. എൻ്റെ കളറിലേക്ക് വരുവാൻ ഇപ്പോഴും ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു കളറിലേക്ക് എത്തിയിട്ടില്ല, മാറി വരുന്നതേ ഉള്ളൂ. ക്രീം യൂസ് ചെയ്തപ്പോഴേക്ക് എൻ്റെ ഫേസിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ ഫെയർ ആയതിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ സ്കിന്ന് ഡാമേജ് ആവാൻ തുടങ്ങി. എങ്ങനെയാണ് എൻ്റെ സ്കിന്ന് ഡാമേജ് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സ്കിന്ന് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് സ്കിന്നിൻ്റെ കട്ടി കുറഞ്ഞു വരാൻ തുടങ്ങി. ഈ ഓരോ ഭാഗവും വന്നിട്ട് പീലായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഭാഗമൊക്കെ വരുന്നിടത്ത് കറക്റ്റായിട്ട് ചെറിയ രീതിയിലുള്ള ഞരമ്പുകളൊക്കെ നമുക്ക് കാണാൻ തുടങ്ങും. ഭയങ്കരമായിട്ട് റെഡിഷ് ആയിട്ടിരിക്കും. കഴുത്തിൻ്റെ ഈ ഭാഗത്ത് കൂടുതലായിട്ട് നമുക്കിങ്ങനെ ചൊറിച്ചിൽ പോലെ വരാറുണ്ട്. നല്ല രീതിയിൽ റെഡിഷ് വരാറുണ്ടായിരുന്നു. വെയിലത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ പൊള്ളലൊക്കെ അനുഭവപ്പെടുമായിരുന്നു. നമുക്ക് എപ്പോഴും സൺ പ്രൊട്ടക്ഷൻ ക്രീം യൂസ് ചെയ്യണം. ഒരുപക്ഷെ സൺ പ്രൊട്ടക്ഷൻ ക്രീം നമ്മൾ യൂസ് ചെയ്തില്ല എന്നെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൊള്ളൽ പോലെ അനുഭവപ്പെടും. ഫേസിലൊക്കെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ല നീറ്റിൽ അനുഭവപ്പെടും. ഇപ്പോഴും ഇങ്ങനെയുള്ള ക്രീമുകൾ യൂസ് ചെയ്യുന്നവരുണ്ട്. യൂസ് ചെയ്തിട്ട് നിർത്താൻ പറ്റില്ലാതെ ഉപയോഗിക്കുന്നവരും ഉണ്ട്. അതായത് നിർത്തിയാൽ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഡാർക്കിലേക്ക് പോകുമെന്നറിയാം. അപകടം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്കിന്ന് ഡാമേജ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടിറ്റി നിങ്ങൾ മെല്ലെ കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ വീട്ടിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുക. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ക്രീമുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ബ്ലീച്ച് ഒന്നും ഇടാൻ പാടില്ല. 4 ഇരട്ടിയായിട്ട് പിന്നീട് ബുദ്ധിമുട്ടുകൾ വരും. നിങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ നല്ല ഗ്ലോ കിട്ടുവാനായിട്ട് നാച്ചുറലായിട്ടുള്ള ക്രീമുകൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഉള്ള ഫൈസ, ഗൗരി ഇങ്ങനെയുള്ള ക്രീമുകളൊന്നും നിങ്ങൾ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇടുന്ന ഈ വീഡിയോസ് ഇതുപോലുള്ള ക്രീമുകൾ യൂസ് ചെയ്യുന്ന പലരും ഇത് കാണുവാനിടയാകും. അങ്ങനെയാകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്നോട് പറയാം, ഇല്ല ഞങ്ങൾ വർഷങ്ങളായിട്ട്
ഈ ക്രീമുകൾ യൂസ് ചെയ്യുന്നതാണ്, ഗൗരി യൂസ് ചെയ്യുന്നതാണ്, ഫൈസ യൂസ് ചെയ്യുന്നതാണ്, മെലാക്കെയർ യൂസ് ചെയ്യുന്നതാണ്, നമ്മുടെ സ്കിന്നിന് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് നിങ്ങളൊരു പക്ഷേ എന്നോട് പറയാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു 5 ദിവസത്തേക്ക് ഇങ്ങനെയുള്ള ക്രീമുകൾ യൂസ് ചെയ്യാതെ നിങ്ങളുടെ ഫേസിൽ എന്താണ് മാറ്റം വരുന്നത് എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? ഞാൻ ബ്യൂട്ടീഷ്യൻ ഫീൽഡിൽ വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായിട്ട് നിങ്ങളോട് ഈ കാര്യങ്ങൾ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ക്രീമുകൾ യൂസ് ചെയ്യരുത്. ഇങ്ങനെയുള്ള ക്രീമുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഓരോ ദിവസവും ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡാമേജ് ആക്കിക്കൊണ്ട് നമ്മളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള വഴികൾ നോക്കുക, സ്കിന്നിന് നല്ല കളർ വെക്കാൻ, അത് നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾ മാസത്തിലൊക്കെ നല്ല ഫേഷ്യലുകൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പം ചിലർ ചോദിച്ചിട്ട് വരാം, ഫേഷ്യൽ ക്രീമിൽ കെമിക്കൽ ഇല്ലേന്ന്. ഫേഷ്യൽ ക്രീമിലുള്ള കെമിക്കലും ഇതുപോലുള്ള ഫെയർനെസ് ക്രീം, അതായത് വെളുത്ത് മാറുക എന്നുള്ള രീതിയിലുള്ള ക്രീമുകളും തമ്മിൽ വളരെ വ്യത്യാസമാണ്.